കർത്താവിൽ പ്രിയരെ, യേശു നിരന്തരമായി നൽകിയ ഒരു പ്രചോദനത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ എൻ്റെ ഈ ടെസ്റ്റിമോണി ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് തവണ യേശു എൻ്റെ പേഴ്സണൽ പ്രയർ ടൈമിലും അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലും എന്തുകൊണ്ട് എനിക്ക് സന്തോഷം കിട്ടുന്നില്ല യേശുവേ എന്ന് ഞാൻ ചോദിക്കുന്ന കാരണങ്ങൾക്ക് മറുപടിയായി യേശു പറയുന്ന ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. നിന്നോട് ഞാൻ പറഞ്ഞ ഈ കാര്യം നീ എന്തുകൊണ്ട് ചെയ്തില്ല? കണ്ടിന്യൂസ് ആയിട്ട് യേശു ഇത് ഷെയർ ചെയ്യാനായിട്ട് നിർബന്ധിപ്പിക്കുമായിരുന്നു എന്നെ. പക്ഷെ എന്നിട്ടും ഞാനത് തള്ളിക്കളഞ്ഞൊരു കാര്യമായിരുന്നു. കാരണം എനിക്ക് വല്ലാത്തൊരു സോഷ്യൽ ആങ്സൈറ്റി ആയിരുന്നു. ഞാൻ ഇതെങ്ങനെ ആളുകൾ എടുക്കും, ഇത് ഞാൻ പറഞ്ഞ ആളുകൾ എന്നെ കളിയാക്കും എന്നുള്ള ചിന്ത കൊണ്ട് ഞാനത് തള്ളിക്കളഞ്ഞൊരു കാര്യമായിരുന്നു. പക്ഷേ എനിക്കിത് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് ഇന്നിവിടെ ഷെയർ ചെയ്യാണ്. യേശുവിന് ചിലപ്പോൾ ഈ സാക്ഷ്യം ഒരാടിനെയെങ്കിലും, കാണാതെ പോയ ഒരാടിനെയെങ്കിലും നേടിക്കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 2015-ലോ 16-ലോ ആണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഏത് ഇയർ ആണെന്ന്. ഒരു ഇയറിലാണ് ഞാൻ റിട്രീറ്റിന് പങ്കെടുക്കുന്നത്. ആ റിട്രീറ്റിൽ വെച്ചാണ് ഞാൻ യേശുവിൻ്റെ എൻകൗണ്ടർ അനുഭവിക്കുന്നത്. അന്നത്തെ അനുഭവത്തിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ കർത്താവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. യേശുവേ, എൻ്റെ ആദ്യ പ്രാർത്ഥന അതായിരുന്നു. യേശുവേ, എല്ലാവരും പറയുന്നു നിനക്ക് വേണ്ടി, നിന്നോട് നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നല്ല ഭർത്താവിന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, നല്ല സാലറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നൊക്കെ എല്ലാവരും പറയുന്നു. അപ്പം നന്നായി പ്രാർത്ഥിച്ച യേശു അതൊക്കെ ചെയ്തു തരും എന്ന് എന്നോട് പറയുന്നു. ഇതാണ് പ്രാർത്ഥന എന്നാണ് എനിക്ക് എല്ലാവരും പറഞ്ഞു തന്നിരിക്കുന്നത്. ഈശോയെ, ഇതാണോ കർത്താവേ യഥാർത്ഥ പ്രാർത്ഥന? എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ എൻ്റെ ഈശോയെ എന്ന് ഞാൻ ആദ്യമേ എൻ്റെ യേശുവിൻ്റെ സന്നിധിയിലിരുന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കില്ല, പിന്നീട് എൻ്റെ ജീവിതത്തിൽ നടന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളാണ്. എനിക്ക് പിന്നീട് എൻ്റെ ഓരോ പേഴ്സണൽ പ്രയർ ടൈമിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നത് യേശു എൻ്റെ കൂടെ വന്നിരുന്ന് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെയാണ്. മണിക്കൂറുകളോളം ദൈവസന്നിധിയിൽ ഞാനിങ്ങനെ ഇരിക്കും. കർത്താവിൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് പറഞ്ഞു തരും എന്ത് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥനകളിലെല്ലാം പിന്നീട് ഞാനൊരു വിഷയമല്ലായിരുന്നു, ഞാനൊരു മാറ്ററേ അല്ലായിരുന്നു. എൻ്റെ കാര്യങ്ങൾ എനിക്കൊരു എൻ്റെ ഭൗതിക ആഗ്രഹങ്ങളൊന്നും എനിക്കൊരു വിഷയം പോലും അല്ലായിരുന്നു. ഒരുപാട് നാളുകൾ ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയി. ഓരോ പേഴ്സണൽ പ്രയർ ടൈമിലും ഓരോ വിശുദ്ധ കുർബാനയിലും ഞാൻ ഹോളി സ്പിരിറ്റിൻ്റെ എൻകൗണ്ടറെ ഫിസിക്കലി എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. അതിനുള്ള കൃപ എനിക്ക് ഈശോ തന്നു. പക്ഷെ അന്നൊന്നും ഇത് ഹോളി സ്പിരിറ്റിൻ്റെ എൻകൗണ്ടർ ആണെന്ന് പോലും എനിക്കറിയില്ല. അത് ഞാൻ അപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാനിട്ട് എന്തോ ഫിസിക്കൽ എഫേർട്ടിൻ്റെ ഫലമായി എനിക്കുണ്ടായ എന്തോ വൈകാരികമായ അനുഭവങ്ങളാണിതെല്ലാം എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധ കുർബാനയിലാണെങ്കിലും സ്റ്റാർട്ടിങ് ടിൽ എൻഡ് ഈ എക്സ്പീരിയൻസ് എന്തോ ഇമോഷണൽ ഒരു പീക്കിൽ ഞാൻ ചെന്ന് നിന്ന് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഫിസിക്കലി എക്സ്പീരിയൻസ് ചെയ്ത എന്തോ ഒരു അനുഭവം, അത്രയും ഞാനിതിനെ കണ്ടിരുന്നുള്ളൂ. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഹോളി സ്പിരിറ്റ് എൻകൗണ്ടർ ആണെന്നുള്ള ബോധ്യം പോലെ എനിക്കുണ്ടായത്. അങ്ങനെ ഒരുപാട് വർഷങ്ങളിങ്ങനെ കടന്നുപോയി. പിന്നീടാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ക്രിട്ടിക്കൽ ഫേസിലൂടെ ഞാൻ കടന്നുപോയത്. യേശുവിൽ നിന്നും ക്രിട്ടിക്കൽ ഫേസ് എന്ന് ഞാൻ പറയാൻ കാരണം ഇത് യേശുവിൽ നിന്നും അകന്നു പോവാൻ കാരണമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെ ക്രിട്ടിക്കലാണെന്ന് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു അധ്യായമാണത്. അത് ചിലപ്പോൾ മാനുഷികപരമായി നോക്കിക്കഴിയുമ്പോൾ ഇതത്ര വലിയ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് അല്ലായിരിക്കാം. പക്ഷേ ആ ഒരു കാര്യം എന്നെ യേശുവിൽ നിന്നും അകറ്റി. അതുകൊണ്ട് എനിക്കത് വളരെ 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 ക്രിട്ടിക്കലാണ്. ഞാൻ ആ കാര്യം ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞാനത് വളരെ ബോൾഡായി, വളരെ ആട്ടമെൻ്റായി ഞാനൊരു ആ ഫേസിനെ നേരിട്ടു. മാനുഷികപരമായി നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളെന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമായിരിക്കും ഈ ഒരു കാര്യം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ. ഇതല്ലേ കറക്റ്റ് വേ, ഇതല്ലേ ഇങ്ങനെയല്ലേ ഡീൽ ചെയ്യണ്ടേ, ഇതാണല്ലോ കറക്റ്റ് എന്ന് പലരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. നീ ചെയ്തതൊക്കെ വളരെ ശരിയാണ്, ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പലരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. കേട്ടവരാരും നെഗറ്റീവായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ദിസ് ഈസ് ദ റൈറ്റ് വേ എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ തന്നെ ഞാൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ എൻകൗണ്ടർ, ഞാൻ ഫിസിക്കലി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന ഈ എൻകൗണ്ടർ, ഈ ഹോളി സ്പിരിറ്റിൻ്റെ എൻകൗണ്ടർ എൻ്റെ ഒരു പേഴ്സണൽ പ്രയർ ടൈമിലും പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല.
ഒരു വിശുദ്ധ കുർബാനയിൽ ഞാൻ പിന്നീട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നിങ്ങളോട് എനിക്കത് എങ്ങനെ ആ ഒരു ടൈം പീരീഡ് എങ്ങനെ എനിക്ക് നിങ്ങളെ വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല. ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു എനിക്ക്. ഞാൻ എൻ്റെ ഓരോ വർഷവും എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് ഭൗതികമായ ഒരു വിഷയങ്ങളുമില്ല, എല്ലാം സ്മൂത്തായി നടക്കുന്നു, ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷെ എനിക്ക് സന്തോഷമില്ലെന്ന് മാത്രമല്ല, എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നോ ഇങ്ങനെ വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്നൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് പോലും ആർക്കും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് പക്ഷെ എൻ്റെ ഉള്ളിൽ കിടന്ന ആ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിങ്ങനെ ഉള്ളിൽ നീ എന്നിൽ നിന്ന് അകന്നുപോയി തിരിച്ചു വരണം എന്നൊക്കെ എൻ്റെ ഉള്ളിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. യേശുവിനെ ഞാൻ ഒരുപാട് അകന്നു, യേശുവിനെ തിരിച്ച് വിളിക്കും പോലെ എനിക്ക് പലതവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും ചെയ്തില്ല. വർഷങ്ങൾ ഇങ്ങനെ ഒരു നരകതുല്യമായ ജീവിതം ഞാൻ നയിച്ചുകൊണ്ടിരുന്നു. പിന്നീട് പെട്ടെന്ന് ഞാൻ മുറി അടച്ചിട്ട് നിന്ന് യേശുവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, യേശുവേ, ഞാൻ നിൻ്റെ അടുത്ത് ഒരു ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. യേശുവേ, ഞാനിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ, എൻ്റെ ഉള്ളിൽ ഹീലാവാതെ കിടക്കുന്ന ട്രോമ എല്ലാം എനിക്ക് ഹീലാവണം. എനിക്ക് നിന്നെ വേണം. എനിക്ക് വേറെ ഒന്നും വേണ്ട. വേറെ ആരും എന്നെ മനസ്സിലാക്കുകയും വേണ്ട. വേറെ ആരുടെയും ഒരു സഹതാപം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിന്നെ മാത്രം മതി. എനിക്ക് നിന്നെ വേണം. നീ ഇറങ്ങി വാ, എൻ്റെ അടുത്തേക്ക് വന്ന് ഇറങ്ങി വാ, എന്നിട്ട് എന്നെ ഹീൽ ഈശോയെ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞത് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു 2-3 ആഴ്ച ഞാനിങ്ങനെ ഇതേ കാര്യത്തിലൂടെ ഞാൻ കടന്നുപോയി. എൻ്റെ ഹസ്ബൻഡൊക്കെ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ഈ സമയത്തൊക്കെ. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് രാത്രി ഞാൻ എഴുന്നേറ്റ് ഫോൺ എടുത്തു. എനിക്ക് പെട്ടെന്നൊരു പ്രചോദനം ഉണ്ടായി. ഞാനൊരു സ്ഥലത്ത് റിട്രീറ്റിനെ ബുക്ക് ചെയ്തു. ഞാൻ പോയി. നിങ്ങളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്കത് അന്നുണ്ടായ അനുഭവങ്ങൾ അതൊരു സ്പിരിച്വലി ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല. അത് സ്പിരിച്വലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് അനുഭവങ്ങളാണ്. അതിനൊക്കെ മുന്നേ യേശു എന്നെ ഒരുക്കിയ ഒരു വലിയ കടമ്പയുണ്ടായിരുന്നു. അതാണ് എൻ്റെ ടെസ്റ്റിമോണി. ഞാൻ ധ്യാനത്തിന് കുമ്പസാരത്തിൻ്റെ ടൈമിൽ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്തു പോയ തെറ്റുകളും അല്ലെങ്കിൽ നമ്മൾ ഓർക്കുക പോലും ഇല്ലാത്ത ഇതൊക്കെ തെറ്റായിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന പാപങ്ങൾ വരെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പരിശുദ്ധാത്മാവ് പാപങ്ങളൊക്കെ കാണിച്ചിരുന്നു. ഈശോയിലേക്ക് ഞാൻ അടുക്കാൻ പോകുക. ഒത്തിരി സന്തോഷമായി. ഞാൻ പാപങ്ങളെല്ലാം എഴുതി. ഞാൻ വളരെ ഒരു ആകാംക്ഷയോടുകൂടി യേശുവിലേക്ക് വീണ്ടും അലിഞ്ഞു ചേരുവാനുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഒരു കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്നു. കുമ്പസാരം എനിക്ക് ഒരു ഹീലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര വിഷമായി. എന്താ ഇവിടെ സംഭവിക്കുന്നത്, എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ തിരിച്ച് കുമ്പസാരം കഴിഞ്ഞ് ഞാൻ തിരിച്ച് താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ആത്മീയ ഗുരുവായി ഞാൻ വിചാരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു പുരോഹിതൻ്റെ ടോക്കായിരുന്നു അവിടെ. പക്ഷെ അത് ഞാൻ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാനത് മിസ്സാക്കില്ല. അതുപോലെയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ടോക്കുകൾ. പക്ഷെ ആ ടോക്ക് അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പോലും ഞാൻ കേൾക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായില്ല. കാരണം എൻ്റെ ഉള്ളിൽ മുഴുവൻ ഈശോയെ, എനിക്ക് എന്തുകൊണ്ടൊരു ഹീലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായില്ല എന്നുള്ള ചോദ്യമായിരുന്നു. എൻ്റെ ഹൃദയം പൊട്ടിത്തകരും പോലെ എനിക്ക് തോന്നി. ഞാൻ എല്ലാവരും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഞാൻ ഓടിപ്പോയി കുളിച്ച് താഴേക്ക് വന്ന് ചാപ്പലിൽ പോയിരുന്നു. എല്ലാവരും പോകാൻ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ എന്നിട്ട് അവിടെ ഇരുന്ന് യേശുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, യേശുവേ, നിനക്കെന്നെ വേണ്ടേ? എന്തുകൊണ്ട് എനിക്കിതൊരു ഹീലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായില്ല എൻ്റെ കർത്താവേ? നിനക്കെന്നെ വേണ്ടേ എന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്നു. ഇതിന് ഉത്തരം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എൻ്റെ കർത്താവേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. എനിക്കിതിന് ഉത്തരം കിട്ടണം. നാളെ ഇവിടെ രാവിലെ മോർണിംഗ് സെഷൻ തുടങ്ങുവാണ്. എനിക്കിതിന് ഉത്തരം തരാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കില്ല എന്നെൻ്റെ കർത്താവിൻ്റെ അടുത്ത് ഞാൻ
അവിടെ ഇരുന്ന് മുട്ടുകുത്തിയിരുന്ന് എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ കരഞ്ഞു, ഈശോയെ എന്തുകൊണ്ട് കുമ്പസാരം എനിക്കൊരു ഹീലിംഗ് എക്സ്പീരിയൻസ് ആയില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു ചിന്തയാണ്, എനിക്ക് ഏറ്റവും മുറിവുണ്ടായത്, എൻ്റെ പീഡാനുഭവത്തിൽ എനിക്ക് ഏറ്റവും വേദന ഉണ്ടായത് എൻ്റെ കുരിശെടുത്തുകൊണ്ട് പോയി എൻ്റെ തോളിലാണ്. ഈ ചിന്ത ഇങ്ങനെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് സൈലൻ്റായി. അപ്പം ഞാനിങ്ങനെ അതെന്താ ഈശോ എനിക്ക് ആ ചിന്ത വരുന്നേ? ഞാൻ വിചാരിച്ചു റാൻഡമായി ചുമ്മാ വരുന്നതായിരിക്കും മനസ്സിൽ കൂടെ. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. എൻ്റെ പീഡാനുഭവത്തിൽ എനിക്ക് ഏറ്റവും വേദന ഉണ്ടായത് കുരിശെടുത്തുകൊണ്ട് പോയി എൻ്റെ തോളിലാണ്. എനിക്കിപ്പോൾ മനസ്സിലായി, ഈശോ സംസാരിക്കുകയാണ്. ഞാൻ കുറച്ചു നേരം സൈലൻ്റ് ആയിരുന്നു. പിന്നീട് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, ഈ മുറിവ് തന്നത് നീയാണ് എന്നാ ഞാൻ കേൾക്കുന്നത്. ഈ മുറിവ് തന്നത് നീയാണ്. എൻ്റെ ഹൃദയം ഇതിൽ കൂടുതൽ നുറുങ്ങാനില്ല. ഹൃദയം പൊട്ടി നിലത്ത് വീഴും പോലെ എനിക്ക് തോന്നി. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കരഞ്ഞു, യേശുവേ ഞാൻ നിന്നെ ഇത്ര വേദനിപ്പിച്ചിരുന്നു എൻ്റെ കർത്താവേ. ഇന്ന് ഞാൻ കണ്ണീർ കൊണ്ട് നിലംപൊത്തി ഞാൻ കരഞ്ഞു. എൻ്റെ കർത്താവിൻ്റെ ആണിപ്പഴുത്തുള്ള കാലുകളായി സമർപ്പിച്ച് ഞാൻ കണ്ണീര് കൊണ്ട് നിലം ചുംബിച്ച് എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്നെ തള്ളിക്കളയരുത്, ഈശോയെ. നിന്നെ ഞാൻ ഇത്രയും വേദനിപ്പിച്ചിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് പൊട്ടി കരയാൻ തുടങ്ങി. കരഞ്ഞ് ഞാനെപ്പോഴും ഉറങ്ങിപ്പോയി. പിന്നീട് പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ എനിക്ക് തോന്നുന്നു 1 മണി എങ്ങാണ്ടായെന്ന് തോന്നുന്നു, 1 മണി 1:30 എങ്ങാണ്ടായി. ഞാൻ റൂമിലേക്ക് പോയി ഞാൻ കിടന്നു. അവിടെ സംഭവിച്ചത് എന്തെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ യേശുവിൽ അലിയാൻ യേശുവിന് വേണ്ടി ഞാൻ ദാഹിച്ചു. പക്ഷെ എനിക്കുണ്ടായത് പാപബോധം മാത്രമാണ്. എനിക്ക് അനുതാപം ഉണ്ടായില്ല. യേശു എനിക്ക് പറഞ്ഞു തരുമായിരുന്നു, മോളെ നീ ഇത്ര എന്നെ വേദനിപ്പിച്ചു, നീ തിരിച്ചു വാ, നിനക്ക് അനുതാപം ഉണ്ടായില്ല എന്ന് ഈശോ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അനുതാപത്തിന്റെ ഏറ്റവും എക്സ്ട്രീം പോയിന്റിൽ ഈശോ എന്നെ കൊണ്ടുവന്ന് നിർത്തി. നിങ്ങൾ വിചാരിക്കും ഈശോ പാപിയാണെന്ന് എനിക്ക് പറഞ്ഞു തന്ന് എന്നെ വേദനിപ്പിക്കുവാണെന്നല്ല. എനിക്കില്ലാതിരുന്ന അനുതാപം ഈശോ എനിക്ക് ഉണ്ടാക്കുമായിരുന്നു. അനുതാപം പോലെ എനിക്കില്ലായിരുന്നു. അതുവരെ ഈശോ എനിക്ക് ഉണ്ടാകാൻ സഹായിച്ചു. അതിനുള്ള കൃപ ഈശോ എനിക്ക് തന്നു. ആ അനുതാപം ഉണ്ടായതിനു ശേഷം എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഭൗതികമായി ഞാനൊന്നും പറയുന്നില്ല, സ്പിരിച്വലി ഒരുപാട് അനുഭവങ്ങളിലൂടെ ഈശോ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഈശോനിപ്പോൾ ഉള്ളം കയ്യിലാണ് കൊണ്ട് നടക്കുന്നത്. ഏറ്റവും ആദ്യം യേശുവിലേക്ക് അലിയാൻ ഏറ്റവും ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം ഉണ്ടാവേണ്ടത് അനുതാപമാണ്. അനുതാപം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ യേശു നിങ്ങളെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കും. ഇതാണ് എൻ്റെ ടെസ്റ്റിമോണി.